ഹായ് ഹലോ ദേവാൻമി ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ഇന്നൊരു യാത്രയിലാണ് കേട്ടോ. കുറേ കാലങ്ങളായിട്ട് ആഗ്രഹിച്ചിട്ടുള്ളൊരു യാത്ര. ഞാൻ ഒരു സെവൻത്തിലോ അതോ ആ സമയത്ത് മാത്രമാണ് ഞാൻ ആ ഒരു സ്ഥലത്തേക്ക് എത്തിപ്പെട്ടിട്ടുള്ളത്. ഒരുപാട് ഇഷ്ടം നിറഞ്ഞൊരു യാത്ര എന്നൊക്കെ പറയില്ലേ. പക്ഷേ കുറേ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു, സാരമില്ല. പക്ഷേ ഏറ്റവും സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ. ഞങ്ങളൊരു 5 മണി കഴിഞ്ഞപ്പോൾ യാത്ര തിരിച്ചായിരുന്നു. ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്നാണ് പോകുന്നത് ഡയറക്റ്റ്. അപ്പോൾ അങ്ങനെ കുറേ ട്രാവലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറേ കാറ്റാടികളൊക്കെ ഉള്ള സ്ഥലമൊക്കെ കണ്ടപ്പോൾ ചെറിയൊരു വീഡിയോ ഒക്കെ പിടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എന്താ ഏട്ടൻ്റെ അച്ഛനമ്മയാണ്, പിന്നെ ഉണ്ണിയും കൂടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഉണ്ണി എൻജോയ് ചെയ്തിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല, ഞങ്ങളുടെ യാത്ര അത്ര വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ നിന്ന് പോകുമ്പോൾ ചെറിയൊരു മഴ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കണ്ടത്. നല്ല കാർമേഘമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ പോണ വഴിയായാലും അടിപൊളിയായിരുന്നു. കാരണം അറ്റെത്തണ വരെ ഞങ്ങൾ പോയിട്ട് അവിടെ നിന്ന് തിരിച്ച് വരുന്നത് വരെ മഴ എന്ന് പറഞ്ഞാൽ മഴ തന്നെയായിരുന്നു. നല്ല കോട. പിന്നെ മോനാണെങ്കിൽ പിന്നെ പറയണ്ട, സുഖമായിട്ടുള്ള ഉറക്കം. അമ്മയാണെങ്കിൽ ബാക്കിൽ തളർന്നിരിക്കുകയാണ്. കാരണം അമ്മയ്ക്ക് ട്രാവൽ സിക്നെസ് ഭയങ്കരമായിട്ടുണ്ട്. ട്രാവൽ ചെയ്ത് കഴിഞ്ഞ് വൊമിറ്റ് ചെയ്ത് എത്തണ വരെ അമ്മ കെടുപ്പായിരിക്കും. ഇപ്രാവശ്യത്തെ യാത്രയിലത് അമ്മ മെഡിസിൻ എടുത്തിട്ടാണ് വണ്ടിയിലൊക്കെ കയറാറ്. പക്ഷേ ഞാൻ ഇപ്രാവശ്യം അമ്മ എന്ത് ചെയ്തു, കുറച്ച് നാൾ ട്രാവൽ ചെയ്തപ്പോൾ അമ്മയ്ക്ക് പ്രശ്നം ഉണ്ടായിരുന്നില്ല. അപ്പം അമ്മ മരുന്ന് കഴിച്ചില്ല, മരുന്ന് കഴിക്കാണ്ട് വണ്ടി കയറി ആകെ വൊമിറ്റ് ചെയ്തു. ഞങ്ങൾ സ്റ്റാർട്ടിങ് പോയിന്റ് തൊട്ട് എൻഡ് പോയിന്റ് വരെ അമ്മ ഛർദിയായിരുന്നു. പിന്നെ പോണ വഴിയാണെന്നെങ്കിലും ഭയങ്കര വളവൊന്തിരിവായിട്ട് ഇങ്ങനെ പോകണ്ടേ. പിന്നെ ഒരുപാട് വണ്ടി ഇങ്ങോട്ട് വരുന്നുണ്ട്, ഒരുപാട് ഭയങ്കര ശ്രദ്ധിച്ച് പോകേണ്ട ഒരു വഴിയായിരുന്നു കേട്ടോ. പക്ഷേ വഴിക്ക് നമുക്ക് ഭയങ്കര എന്താ പറയുക, ഇങ്ങനെ എക്സൈറ്റ്മെൻ്റ് ആണ് അവിടെ എത്തണ വരെ. എന്താണ് അടുത്തത് നിറച്ചിങ്ങനെ സൈഡിലൊക്കെ വെള്ളച്ചാട്ടമൊക്കെ കണ്ടിട്ട്. പക്ഷേ സത്യം പറയുകയാണെങ്കിൽ എൻ്റെ മനസ്സിൽ മുഴുവൻ പേടിയായിരുന്നു. കാരണം വഴി എങ്ങനെയാണെങ്കിലും അറിയാം, കുറേ മലയും ചുരവും അപ്പുറത്ത് കൊക്കയും അങ്ങനത്തെ ഒക്കെ വഴിയല്ലേ. എൻ്റെ മനസ്സിൽ മുഴുവൻ സത്യത്തിൽ ആ ഷിരൂരിലെ അർജുൻ ചേട്ടൻ്റെ ഇതായിരുന്നു കേട്ടോ. കാരണം ആ മണ്ണിടിച്ചിലും ഇതൊക്കെ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, ഈശ്വര അർജുൻ ചേട്ടൻ ഓർമ്മ വരുന്നു എന്ന്. കാരണം വഴി അങ്ങനത്തെ വഴിയാണ്. എനിക്ക് ഭയങ്കര ടെൻഷനാണ്. പിന്നെ പോകുമ്പോൾ എന്താ പറയുക, ഭയങ്കര വെള്ളത്തിൻ്റെ കളകളാന്ന് പറഞ്ഞ ശബ്ദവും പിന്നെ ഈ വെള്ളം ചാടുന്ന ശബ്ദവും എന്താ പറയുക. ഇപ്പം സംഭവം നൈസ് എക്സ്പീരിയൻസ് ആയിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പറായിരുന്നു. പിന്നെ അങ്ങനെ ആ വഴിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ ഈ സ്ഥലം കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായോ ഞങ്ങൾ എവിടെയാണ്? വേറെ എവിടെയല്ല, ഞങ്ങൾ മൂകാംബിക അമ്പലത്തിലേക്ക് വന്നതാണ്. ഞങ്ങളവിടുന്ന് പോരുമ്പോഴേ തന്നെ ഒരു ലോഡ്ജൊക്കെ ബുക്ക് ചെയ്തിട്ട് വന്നത്. പക്ഷെ അവിടെ എത്തിയപ്പോൾ വെച്ചെങ്കിൽ ആ ലോഡ്ജിന് വെച്ചെങ്കിൽ പാർക്കിംഗ് ഇല്ല, ഒട്ടും സുഖമില്ല അവിടെ. അപ്പോൾ ഞങ്ങൾ നേരെ അവിടെ വന്ന് സ്ഥലം മാറിയായിരുന്നു. മയൂര എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്തിലേക്ക് മാറി. അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത ഒരു ലോഡ്ജായിരുന്നു. പിന്നെ അമ്മേനെ അവിടെ ആക്കി ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാനായിട്ട് പോകുന്നു. എന്നിട്ട് കഴിച്ച് ഞങ്ങൾ ഇറങ്ങി. പിന്നെ നേരെ അവിടെ ചെന്നപ്പോഴേക്ക് അമ്മയ്ക്കുള്ള ഫുഡൊക്കെ ആയിട്ട് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നല്ല ചൂടുള്ള കഞ്ഞിയും ചമ്മന്തി തോരനും ഇതൊക്കെ മേടിച്ച് അമ്മയ്ക്ക് കൊടുത്തു. ഒരു വൈകുന്നേരമൊക്കെ ആയപ്പോൾ അമ്മയുടെ ക്ഷീണം എല്ലാവരുടെ ക്ഷീണമൊക്കെ മാറി ഞങ്ങൾ മൂകാംബിക അമ്പലത്തിലേക്ക് പോകുന്നുണ്ട്. പക്ഷെ ഇവിടെ എത്തിയപ്പോണ്ടല്ലോ, നമ്മൾ തൃശ്ശൂർക്കാർക്ക് വടക്കുംനാഥൻ്റെ അമ്പലത്തിൽ എന്താണോ ഉള്ളത് അതേപോലെ ഒരു ഫീലിംഗ് ഉള്ള സ്ഥലം. ഭയങ്കര സമാധാനവും പീസും എന്താ പറയുക, അതേപോലെ ഒരു ഫീലായിരുന്നു. ഇനി ബാക്കി നിങ്ങൾ തന്നെ കണ്ടു. ഇവിടെ ഒരു പിന്നെ അവിടുത്തെ രാത്രിയിലത്തെ പൂജയൊക്കെ കഴിഞ്ഞ് അടയ്ക്കാറായപ്പോൾ ഞങ്ങളിതാ അവിടെ ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അന്നദാനം ഉണ്ട്. അപ്പോൾ അവിടെ പോയി ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇറങ്ങി. പിന്നെ ഇനിയിപ്പോൾ ഞങ്ങൾ നേരെ റൂമിലേക്കാണ് പോയത്. പിന്നെ ഞങ്ങളിവിടെ എന്തിനാണ് വന്നതെന്നുള്ളത് അടുത്ത വ്ളോഗിലേക്കാണ് കേട്ടോ. അതുവരെ ടാറ്റ ബൈ ബൈ, സീ യു, ലവ് യു.